തണുപ്പുകാലത്തെ വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ കിരൺ രമേശ് സംസാരിക്കുന്നു. ഒരു വർഷത്തിൽ 6 വ്യത്യസ്ത ഋതുക്കളും മാറി മാറി പരിലസിക്കുന്ന ഒരു ഭൂവിഭാഗമായിരുന്നു ഭാരതം. പക്ഷേ ആഗോള താപനം നിമിത്തമുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഇന്ന് നമ്മുടെ ഋതുക്കളെയും അവയുടെ സ്വഭാവങ്ങൾക്കും മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. ഓരോ ഋതുക്കൾക്കനുസരിച്ച് മനുഷ്യൻ അവൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിലും ചര്യക്രമങ്ങളിലും ആഹാരത്തിലും മാറ്റങ്ങൾ വരുത്തി എങ്ങനെ പൊരുത്തപ്പെട്ട് ജീവിക്കാമെന്ന് പഠിപ്പിക്കുന്നതാണ് ഋതുചര്യ. ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം ഇവയാണ് 6 ഋതുക്കൾ. ഇതിൽ ശരത്, ഹേമന്ത് ഋതുക്കൾ ശരീരത്തിന് ബലം ഉണ്ടാക്കുന്നു വിസർഗകാലമാണ്. ഇവയാണ് ശൈത്യകാലം. ഹേമന്ത് ഋതു നവംബർ ഡിസംബർ മാസമായും ശിശിര ഋതു ജനുവരി ഫെബ്രുവരി മാസത്തിലുമാണ് കാണാൻ കഴിയുന്നത്. വിസർഗകാലത്ത് ഭൂമിയുടെ ദക്ഷിണഭാഗം സൂര്യനോട് അടുക്കുന്നു. അതിനാൽ ഈ കാലത്തെ ദക്ഷിണായനമെന്നും അറിയപ്പെടുന്നു. ദക്ഷിണഭാഗത്ത് ജലാശയങ്ങൾ കൂടുതലുള്ളതുകൊണ്ട് സൂര്യൻ്റെ തീക്ഷ്ണത വളരെ കുറഞ്ഞാണ് അനുഭവപ്പെടുന്നത്. ഈ കാലത്ത് പ്രകൃതിയിൽ മധുരരസപ്രധാനമായതും സ്ഥിര സ്നിഗ്ധ ഗുണങ്ങളുള്ളതുമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നു. വളരെ തണുപ്പുള്ള ഈ കാലത്ത് തണുപ്പിനെ ചെറുക്കാൻ ശരീരം തന്നെ സ്വയം പൈത്തിക രസങ്ങൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു. എന്തൊക്കെയാണ് പൈത്തിക രസങ്ങൾ? ആഹാരം ദഹിപ്പിക്കുവാൻ സഹായിക്കുന്ന ഊർജമായ ജഠരാഗ്നിയും ധാതുക്കളെ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഊർജമായ ധാതുഗ്നിയുമാണ് അവ. ജഠരാഗ്നിയുടെ ഈ വൃദ്ധിക്കനുസരിച്ച് കൂടുതൽ ആഹാരം, അതിൽ കൂടുതൽ കൊഴുപ്പും സ്നേഹാംശവും അടങ്ങുന്ന മധുര സ്നിഗ്ധ ആഹാരങ്ങളും, ഗുരുത്വം കൂടുതലുള്ള ആഹാരങ്ങൾ, അതായത് കടല, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഉഴുന്ന്, ബദാം, മാംസം, നെയ്യ്, മുട്ട തുടങ്ങിയവ കഴിക്കണം. അങ്ങനെ കഴിച്ചില്ലെങ്കിൽ അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന ജഠരാഗ്നി ധാതുക്കളെ ദഹിപ്പിച്ച് ശോഷം, ക്ഷയം, ആമാശയവ്രണം ഇവയ്ക്ക് കാരണമാകുന്നു. ഈ കാലത്ത് അധികമായി അനുഭവപ്പെടുന്ന തണുപ്പിനെ ചെറുക്കാനുള്ള ഊർജവും ആഹാരത്തിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. ശരിയായ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ധനമാണ് ആഹാരം. ആഹാരം കുറഞ്ഞാൽ ഊർജം കുറയുകയും തണുപ്പിനെ ചെറുത്തു നിർത്താൻ ശേഷിയില്ലാതെ മരണം തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നു. ശൈത്യകാല രോഗങ്ങൾ. ശൈത്യകാലത്ത് സാധാരണ വർദ്ധിക്കുന്ന രോഗങ്ങളെപ്പറ്റിയുള്ള അറിവ് രോഗാവസ്ഥയെ പ്രതിരോധിക്കാൻ നമുക്ക് സഹായകമാവും. പ്രായമായവരിൽ ശ്വാസകോശ സങ്കോച വികാസക്ഷമതയുടെ കുറവ് കാരണം പൊതുവെ ശ്വാസകോശ രോഗങ്ങൾ കൂടുതലായി കാണുന്നു. ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗാണുക്കളിൽ നിന്നും ശ്വാസനാളിയെ സംരക്ഷിക്കുന്നത് നേർത്ത പാട പോലുള്ള മ്യൂക്കസ് മെംബ്രെയിനാണ്. തണുപ്പ് കാരണം ഇവയ്ക്ക് വരൾച്ച ബാധിക്കുകയും ഇവ തീർത്തും ദുർബലമാവുകയും ചെയ്യുന്നു. അതിനാൽ അണുബാധയും മറ്റ് ശ്വാസകോശ സംബന്ധ രോഗങ്ങളായ ജലദോഷം, പനി, തൊണ്ടവേദന, ലാരിഞ്ചൈറ്റിസ്, ബ്രോങ്കൈറ്റിസ്, ആസ്മ, അലർജി എന്നിവയുണ്ടാകുന്നു. അമിതമായ മഞ്ഞ്, പൊടിപടലങ്ങൾ, പുകവലി എന്നിവ ഒഴിവാക്കുന്നതും പ്രാണായാമം ശീലിക്കുന്നതും ഇവ ഒരു പരിധിവരെ നമുക്ക് തടയാനാകും. ശരീരത്തിൻ്റെ പുറം കവചമാണ് ചർമ്മം. ശൈത്യകാലത്ത് ശരീരവരൾച്ച കൂടുതലായതിനാൽ ചർമ്മത്തിലുള്ള വിയർപ്പും എണ്ണയും പെട്ടെന്ന് ബാഷ്പീകരിക്കും. തന്മൂലം ത്വക്ക് ഉണങ്ങി വരണ്ട് പൊട്ടാനിടവരും. ലോല ചർമ്മഭാഗങ്ങളായ ചുണ്ട്, കവിൾ, കൈകാൽ വിരലുകൾ, കാൽപാദം എന്നിവയിലെ തൊലി അടർന്നു പോവുക, വിണ്ടുകീറുക എന്നിവ പതിവായി കാണപ്പെടുന്നു. ഇവയ്ക്ക് ചൂടുവെള്ളം ഉപയോഗിച്ച് ചർമ്മം കഴുകുന്നതും എണ്ണ, ക്രീമുകൾ എന്നിവ ആദ്യമേ പുരട്ടുന്നതും ഒരു പരിധിവരെ ത്വക്ക് വരൾച്ചയെ നമുക്ക് തടയാൻ കഴിയും. അമിതമായി ജലം നഷ്ടപ്പെട്ട് തൊലി വരണ്ട് സോറിയാസിസ്, എക്സീമ, ഫംഗൽ ഇൻഫെക്ഷൻ എന്നിവ ശൈത്യകാലത്ത് അധികമായി കണ്ടുവരുന്നു. തണുപ്പ് അധികമായതിനാൽ രക്തചംക്രമണത്തിൽ വ്യതിയാനം സംഭവിക്കുന്നത് കൊണ്ട് കൈകാൽ തരിപ്പ്, കോച്ചി വലിക്കൽ, വേദന തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഈ കാലത്ത് കണ്ടുവരുന്നു. ഇവയ്ക്ക് തണുപ്പ് ശരീരത്തിൽ അധികം ഏൽക്കാതിരിക്കുവാനുള്ള വസ്ത്രങ്ങൾ, ലഘുവ്യായാമങ്ങൾ, മറ്റ് മാർഗങ്ങൾ എന്നിവ ശീലിക്കാവുന്നതാണ്. വാർദ്ധക്യത്തിൽ ദഹനക്കുറവും മലബന്ധവും സാധാരണയായി കണ്ടുവരുന്നതിനാൽ ശൈത്യകാലത്ത് നിർദ്ദേശിക്കുന്ന കട്ടിയുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ നെയ്യ്, എണ്ണ മുതലായവ ചേർത്ത് കഴിക്കുന്നത്, ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നതും നല്ലതാണ്. അന്തരീക്ഷത്തിലെ മഞ്ഞ് കാഴ്ച മറയ്ക്കുന്നതുകൊണ്ടും വാർദ്ധക്യത്തിൽ കാഴ്ചശക്തിക്കുറവ് അനുഭവപ്പെടുന്നതുകൊണ്ടും കണ്ണടകൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നവർ പ്രത്യേകിച്ചും വളരെ ശ്രദ്ധയോടുകൂടിയും കൃത്യമായ പരിശോധനകൾ നടത്തി ശരിയായ കണ്ണട ഉപയോഗിക്കണം. വാർദ്ധക്യം ഇത് ഒരു സാധാരണ പ്രക്രിയയാണ്. പ്രായമാകുമ്പോൾ ശരീരത്തിനും മനസ്സിനും മാറ്റങ്ങൾ വരുന്നതും സാധാരണമാണ്. എന്നാൽ അതിനർത്ഥം വാർദ്ധക്യത്തിൽ ആരോഗ്യം പൂർണ്ണമായി നഷ്ടപ്പെടുന്നു എന്നല്ല. ശരീരത്തിൻ്റെ ആരോഗ്യം അഗ്നിബലം ആധാരമായിട്ടുള്ളതാണ്. ആയതിനാൽ അഗ്നിബലം വർദ്ധിപ്പിക്കുകയും ധാതുപുഷ്ടി ഉണ്ടാവുകയും ധാതുക്കളിൽ ഉള്ള ദുഷ്ടിയും ക്ഷീണവും അകന്ന് നവനവങ്ങളായി തീർക്കുവാൻ ആയുർവേദ പഞ്ചകർമ്മങ്ങളായ വമനം, വിരേചനം, വസ്തി, നസ്യം, രക്തമോക്ഷം തുടങ്ങിയ ശോധനക്രിയകൾ, അതിനെ തുടർന്നുള്ള രസായന ചികിത്സകളും കാലാകാലങ്ങളിൽ ആചരിച്ചാൽ
യൗവനത്തിൻ്റെ കാലദൈർഘ്യം കൂട്ടി വൃദ്ധാവസ്ഥയുടെ തിക്തഫലങ്ങൾ ശരീരത്തിൽ നിന്ന് മാറ്റി നിർത്താവുന്നതാണ്. ഓരോ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ ജീവിതശീലങ്ങൾ, മനസ്സിനും ശരീരത്തിനും കൃത്യമായ പരിചരണം ഇവ ലഭ്യമാക്കിയാൽ വാർദ്ധക്യം ആരോഗ്യകരമാക്കാൻ നമുക്ക് സാധിക്കും. ശരിയായ ചികിത്സ, പോഷകസമ്പുഷ്ടമായ ആഹാരരീതി എന്നിവ ജീവിത നിലവാരം ഗണ്യമായി മെച്ചപ്പെടുത്താനും ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ പിന്തുണയ്ക്കാനും പ്രായവുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ ചെറുക്കുവാനും സഹായിക്കുന്നു. ഓരോ വ്യക്തിയുടെയും ആരോഗ്യസ്ഥിതി, അവർ പിന്തുടരുന്ന ജീവിതശൈലി, അവരുപയോഗിക്കുന്ന മരുന്നുകൾ എന്നിവ വ്യത്യസ്തമാണെന്ന് ഓർക്കുക. ആയതിനാൽ ആഹാരക്രമത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ ആരോഗ്യ വിദഗ്ധൻ്റെ നിർദ്ദേശം തേടുക. ഇനി നമുക്ക് വാർദ്ധക്യകാലത്ത് ഭക്ഷണത്തിൽ പ്രധാനമായി ഉൾപ്പെടുത്താവുന്നത് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. ചീര, കാബേജ്, മുരിങ്ങ തുടങ്ങിയ ഇലക്കറികളിൽ വൈറ്റമിൻ സി, കെ, ഫോളിക് ആസിഡ്, കാൽസ്യം, അയൺ എന്നിവ അടങ്ങിയിട്ടുള്ളതിനാൽ പ്രായമായവരിൽ പ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയും ദഹനത്തെ സഹായിക്കുകയും കാഴ്ച മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. മഞ്ഞളിലെ കുർക്കുമിൻ ശരീരത്തിലെ വീക്കം, രക്തസമ്മർദ്ദം എന്നിവ കുറയ്ക്കുന്നതിനും സ്വാഭാവിക പ്രതിരോധശേഷി നിലനിർത്തുവാനും സഹായിക്കുന്നു. ജീരകം, മല്ലി, പെരിഞ്ജീരകം, കറുകപ്പട്ട, ഇഞ്ചി, കുരുമുളക്, അയമോദകം എന്നിവ ദഹനത്തെ ത്വരിതപ്പെടുത്തുന്നു. വെളുത്തുള്ളി ഹൃദയാരോഗ്യത്തിനും BP, കൊളസ്ട്രോൾ എന്നിവ കുറയ്ക്കുന്നതിനും നല്ലതാണ്. ഉലുവ ശരീരത്തിലെ ഇൻസുലിൻ പ്രതിരോധം കുറച്ച് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു. ദൈനംദിനം ഭക്ഷണത്തിൽ തൈര് ചേർത്തുണ്ടാക്കുന്ന പുളിശ്ശേരി, മോരുകറി, കിച്ചടി, പച്ചടി, സലാഡ് തുടങ്ങിയവ ഉൾപ്പെടുത്തുന്നത് ദഹനത്തിനും കുടലിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. പ്രോട്ടീനും കാൽസ്യവും കൊണ്ട് സമ്പുഷ്ടമായ പാൽ പേശികളെയും അസ്ഥികളെയും ശക്തിപ്പെടുത്തുന്നു. പഴവർഗ്ഗങ്ങൾ, പുളി കുറഞ്ഞ പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നതാണ് ഉചിതം. നമ്മുടെ നാട്ടിൽ നിന്നും ലഭിക്കുന്ന പഴവർഗ്ഗങ്ങൾ കൂടുതലായി ഉൾപ്പെടുത്തുക. അധികം പഴുക്കാത്ത പപ്പായ, പേരയ്ക്ക, ഏത്തപ്പഴം, ആപ്പിൾ, മാതളം എന്നിവ പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്നതാണ്. ഇവ കഴിക്കുമ്പോൾ ജ്യൂസ് രൂപത്തിലല്ലാതെ നാരോടുകൂടി കഴിക്കണം. ഇവയിലെ വൈറ്റമിൻസ്, പൊട്ടാസ്യം പോലുള്ള മിനറൽസ് നല്ല പ്രതിരോധ ശക്തിക്കും ദഹനത്തിനും മലബന്ധം ഒഴിവാക്കുവാനും സഹായിക്കുന്നു. മത്തി, നെത്തോലി, അയല തുടങ്ങിയ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയ മത്സ്യങ്ങൾ ഹൃദയാരോഗ്യത്തിനും ഓർമ്മശക്തിക്കും നല്ലതാണ്. ചില മത്സ്യങ്ങളും മാംസങ്ങളും ചിലർക്ക് അലർജി തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ മുൻപ് കഴിച്ച് പരിചയമുള്ളവ ചെറിയ അളവിൽ നന്നായി പാകം ചെയ്ത് കഴിക്കുന്നത് പേശികളുടെയും അസ്ഥികളുടെയും ശക്തി വർദ്ധിപ്പിക്കുന്നു. ചേന, ചേമ്പ്, ബീട്രൂട്ട്, ക്യാരറ്റ്, ബീൻസ്, വള്ളിപ്പയർ, ബ്ലൂബെറി, സ്ട്രോബെറി, നെല്ലിക്ക എന്നിവയിൽ കാൽസ്യം തുടങ്ങിയ മിനറൽസ്, വൈറ്റമിനുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ സമ്പുഷ്ടമായതിനാൽ ഓർമ്മശക്തി നിലനിർത്താനും പ്രതിരോധശക്തി വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നു. ബദാം, വാൾനട്ട്, അണ്ടിപ്പരിപ്പ്, ചണവിത്ത് അഥവാ ഫ്ലാക്സീഡ്, ചിയാവിത്ത്, സൂര്യകാന്തി വിത്ത് തുടങ്ങിയവ പോഷക ഖനികളാണ്. ഇവ ചീത്ത കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്താനും തലച്ചോറിൻ്റെ പ്രവർത്തനം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. തവിട് കളയാത്ത ധാന്യങ്ങളും മില്ലറ്റുകളും റിഫൈൻ ചെയ്ത ധാന്യങ്ങൾക്ക് പകരം കഴിക്കുന്നത് മെച്ചപ്പെട്ട ദഹനത്തിനും ശാരീരിക ആരോഗ്യത്തിനും സഹായിക്കുന്നു. ഗോതമ്പ്, ബ്രൗൺ റൈസ്, ഓട്സ്, റാഗി, ചാമയരി, തിനയരി, വരകരി തുടങ്ങിയ ധാന്യങ്ങൾ നാരുകളാൽ സമ്പന്നവും കാർബോഹൈഡ്രേറ്റുകൾ അടങ്ങിയതുമാണ്. ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് ശരിയായ അളവിൽ നിലനിർത്താനും മലബന്ധം ലഘൂകരിക്കാനും ഇവ സഹായിക്കുന്നു. പ്രമേഹം, രക്താതിമർദ്ദം, അമിതവണ്ണം തുടങ്ങിയ അവസ്ഥകൾ തടയുന്നതിന് പഞ്ചസാര, ഉപ്പ്, സംസ്കരിച്ച ഭക്ഷണങ്ങൾ, ഫാസ്റ്റ് ഫുഡ് എന്നിവ കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നതും രാത്രി ഉറങ്ങുന്നതിന് 3 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിക്കേണ്ടതും ദിവസവും 3 മുതൽ 4 ലിറ്റർ വെള്ളം വരെ കുടിക്കേണ്ടതും വാർദ്ധക്യത്തിൽ ആരോഗ്യം നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണ്. ശൈത്യകാലത്ത് ഓർത്തിരുന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശൈത്യകാലമായ ഹേമന്ത ശിശിര ഋതുക്കളിൽ ശരീരം മുഴുവൻ മറയത്തക്ക കട്ടിയുള്ള വസ്ത്രങ്ങൾ അല്ലെങ്കിൽ കമ്പിളി വസ്ത്രങ്ങൾ ധരിക്കണം. ഇത് ശരീരത്തിലെ ചൂട് നിലനിർത്താൻ സഹായിക്കുന്നു. രാത്രി സമയത്ത് മഞ്ഞുള്ളതുകൊണ്ട് തലപ്പാവ് അണിയാൻ മറക്കരുത്. പ്രായമായവർക്കും വീട്ടിനുള്ളിൽ പോലും ഈ സമയത്ത് ശരീരത്തിന് ആയാസമുണ്ടാക്കുന്ന അധ്വാനങ്ങളും ലഘുവ്യായാമങ്ങളും ചെയ്യാവുന്നതാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവരവരുടെ ശരീരത്തിനിണങ്ങുന്ന കുഴമ്പ് ഉപയോഗിച്ച് ശക്തിയായി ഉഴിച്ചിൽ നടത്തേണ്ടതും ഈ കാലത്താണ്. കുളി ചൂടുവെള്ളത്തിൽ തന്നെ വേണം. പകൽ സമയത്ത് വെയിൽ കൊള്ളിച്ച് ശരീരം ചൂട് പിടിപ്പിക്കുകയും വേണം. പോഷക സമൃദ്ധമായ പച്ചക്കറികൾ ധാരാളം അടങ്ങിയ ഭക്ഷണം കഴിക്കുക. തണുപ്പുകാലത്തെ വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ കിരൺ രമേശ്. ആകാശധാര